റൂറൽ SP ബാലരാമൻ കേസിൽ മാധ്യമങ്ങളെ കാണുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. പിന്നെ അതിന്റെ ബാക്കി കാര്യങ്ങൾ കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. ഇതുവരെ വ്യക്തത വന്നില്ലേ? അല്ല, അതിൽ മാനസികമായിട്ട് ചെറിയൊരു പ്രോബ്ലങ്ങളാണ് കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും കൂടുതൽ എക്സ്പെർട്ടീസിന്റെ സഹായം ആവശ്യമുണ്ട്. മാനസികരോഗത്തെ തുടർന്ന് ഈ കൊലപാതകം നടത്തിയെന്നുള്ള ഫൈൻഡിങ്സിലേക്കാണ് എത്തിയിരിക്കുന്നത്. അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ ഇയാൾ ഒരു 5-6 വർഷമായിട്ട് ട്രീറ്റ്മെന്റിലുള്ള ആളാണ്. ഒരാളെ ഉള്ളോ? ഹരികുമാർ മാത്രമേ? അത് അങ്ങനെ മുഴുവൻ പറയാറായിട്ടില്ല. കുറച്ചുകൂടി കാര്യങ്ങൾ ഇപ്പോൾ ഇതുവരെ കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ വിശദമായിട്ട് അന്വേഷണം നടത്തി അതിലെന്തെങ്കിലും വസ്തുതകളുണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്നൊക്കെ നമ്മൾ കൂടുതൽ പരിശോധന ചെയ്തെങ്കിൽ മാത്രമേ അറിയാൻ പറ്റൂ. ഇന്നൊരു ജോത്സ്യനെ ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നിരുന്നു. അദ്ദേഹത്തിന് ഇതുമായി എന്തെങ്കിലും പങ്കുണ്ടോ? അതിപ്പോൾ ഉണ്ടോന്നോ ഇല്ലയോന്ന് ഇപ്പോൾ പറയാൻ ഈ അവസരത്തിൽ പറയാൻ നിർത്തിയില്ല. അതിൽ അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടുണ്ട്. ആ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ വെരിഫൈ ചെയ്തതിനു ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഹരികുമാറാണ്, അതിന്റെ കാരണം എന്താണെന്ന് വ്യക്തമായിട്ടില്ല. അതാണ്. അതെ, അത് ഞാൻ പറഞ്ഞല്ലോ. ആള് മാനസികമായിട്ട് സ്റ്റേബിൾ ആയിട്ടുള്ള ആളല്ല. അതാണ് അതിലത്തെ ഒരു ബുദ്ധിമുട്ടുള്ളത്. അദ്ദേഹം ഈ കണക്കുകൂട്ടാനോ അല്ലെങ്കിൽ അക്ഷരങ്ങൾ കൃത്യമായി എഴുതാൻ പോലും അറിയാത്ത ആളെന്നാണ് നാട്ടുകാർ പറയുന്നത്. അപ്പോൾ ഈ വാട്സപ്പ് സന്ദേശങ്ങൾ അയച്ചെന്ന് പറയുന്നു. അപ്പോൾ അതിലെന്തെങ്കിലും വസ്തുതയുണ്ട്? ഇവരിങ്ങനെ വാട്സപ്പിൽ സഹോദരങ്ങൾ അത് നമ്മൾ അതിന്റെ FSL എക്സാമിനേഷനും കൂടി റിസൾട്ട് കൂടി വന്നതിന് ശേഷം അതിന്റെ വസ്തുത വരാൻ പറ്റും. ഇവർ തമ്മിലുള്ള വ്യക്തിപരമായ ചില പ്രശ്നങ്ങൾ അങ്ങനെ പറഞ്ഞു കിട്ടുന്നു. അതുണ്ടോ? അത് നമുക്ക് മുഴുവൻ ഇപ്പോൾ പറയാൻ പറ്റില്ല. അന്ധവിശ്വാസത്തിന്റെ എലമെന്റ് ഉണ്ടോ സാർ? ചുരുക്കത്തിൽ ഈ പോലീസ് ഒരു ഫൈനൽ ഫൈൻഡിങ്സിൽ എത്താത്തതാണോ അതോ മാധ്യമങ്ങളോട് പറയാത്തതാണോ? അല്ലല്ല, അങ്ങനെ ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് വ്യക്തമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആ തെളിവുകൾ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. നമ്മൾ ചോദിക്കുന്നത് ഏതാണ്ട് 24 hour-ആയി ഇവരൊക്കെ കയ്യിലുണ്ട്, മീൻസ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കയ്യിലുണ്ട്, എന്നിട്ട് സാധാരണ അല്ല, അതിലൊരു ചെറിയ പ്രയാസമുള്ളത് ഇവരുടെ ഒരു സ്റ്റെബിലിറ്റിയുടെ പ്രശ്നമാണ്. കുറച്ച് പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ പറയണതല്ല കുറച്ച് കഴിഞ്ഞാൽ പറയാം. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. മനസ്സിലാവണമെങ്കിൽ അങ്ങനെയുള്ള ഒരു എവിഡൻസ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. അല്ല, അയാളെ വിളിക്കാൻ കാരണം അയാളുടെ പേരിൽ 2 ആഴ്ച മുമ്പ് ഒരു പരാതി ഇവിടെ കൊടുത്തിരുന്നവര്. അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്താൻ വേണ്ടി വിളിപ്പിച്ചാണ്. അതെ, അതിൽ കുറെ പൈസ ഇവർ വാങ്ങിച്ചു എന്നുള്ള പരാതി. അല്ലാതെ ഈ കൊലപാതകവുമായി ഒരു അല്ല, അതിൽ അങ്ങനെ ആ പരാതി 2 ആഴ്ച മുമ്പ് വന്നാണ്. ഈ സംഭവം നടക്കുന്നതിന് 2 ആഴ്ച മുമ്പ് വന്നുള്ള പരാതി. ഈ പരാതിക്ക് അടിസ്ഥാനമായിട്ട് എന്തെങ്കിലും ഈ പൈസ ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ടോ? അല്ല, അത് ഈ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനും ഈ സംഭവമായിട്ട് ബന്ധമുള്ളതായിട്ട് ഇതുവരെ ഉള്ളതിൽ മനസ്സിലായിട്ടില്ല. 36 ലക്ഷം കൊടുത്തു എന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ അതൊന്നും അയാൾ ഓൺ ചെയ്യുന്നില്ല. കസ്റ്റഡിയിലെ പ്രതിയാണ് ഈ പറഞ്ഞ മാനസിക പ്രശ്നമാണെന്ന് പറയുന്നത്. ബാക്കിയുള്ള ആളുകളെ നിങ്ങൾ ചോദ്യം ചെയ്ത് മൊഴിയെടുത്തു. ആ മൊഴികളിൽ എന്തെങ്കിലും വൈരുദ്ധ്യമുണ്ടോ? അല്ല, അതിപ്പോൾ മുഴുവൻ അങ്ങനെ ഇപ്പോൾ വെളിപ്പെടുത്താൻ സാധിക്കില്ല. കുഞ്ഞിന്റെ അമ്മ ഇപ്പോഴും നിങ്ങളുടെ ഒരു സർവൈലൻസിലാണോ? അവരിപ്പോ നിഷ്കളങ്കയാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ നമ്മളൊന്നും പറയാൻ പറ്റില്ല. ഈ സാഹചര്യത്തിലൊന്നും പറയാൻ അല്ല. ഇന്ന് അവരെ ക്വസ്റ്റ്യൻ ചെയ്യാനും മറ്റും വിളിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ എന്തായാലും അന്വേഷിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കാനുണ്ട്. അടുത്ത നടപടി എന്താണ്? ഇതിന്റെ ഫീൽഡ് എൻക്വയറി ഉണ്ട്, ഇതിന്റെ സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ ആയിട്ട് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാണ്ട്, ഒരുപാട് സാക്ഷികളെ ചോദ്യം ചെയ്യാനുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. അതെന്തെങ്കിലും ഈ അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ടെങ്കിലാണ് സ്ഥലമുള്ളതും ചെയ്തെന്ന് പറയുന്നത്. അല്ല, അത് ഇപ്പോൾ അവരെ ചോദിക്കണം വിശദമായിട്ട്. അതൊന്നും പല കാര്യങ്ങളും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം മാച്ച് ചെയ്ത് വരുന്നത്. ഈ വാടക വീട്ടിൽ താമസിക്കുന്നതാണ്, സ്ഥിരമായി വലിയ വരുമാനമില്ലാത്ത സ്ത്രീയാണ്. അപ്പോൾ ഈ 36 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ അവരുടെ റവന്യൂ. അല്ല, ഞാൻ പറഞ്ഞത് അതെല്ലാം നമുക്ക് വിശദമായിട്ടുള്ള പരിശോധനയ്ക്ക് ശേഷമല്ലേ അറിയാൻ പറ്റുള്ളൂ ആരാണ് ഈ പൈസ കൊടുത്തത്. പല ആളുകളും അവരുടെ വീട്ടിൽ വന്നിട്ട് പൈസയ്ക്ക് വന്നിരുന്നു പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആരാണെന്ന് മനസ്സിലാക്കണം, അവർ കൊടുത്തിട്ടുണ്ടോ അവരോട് ചോദിക്കണം. അങ്ങനെ പല ക്രോസ് വെരിഫിക്കേഷൻ നടത്തിയെങ്കിൽ മാത്രമേ ഇതിന് നിജസ്ഥിതി മനസ്സിലാവും. എല്ലാവരും വ്യത്യസ്തമായിട്ടുള്ള മൊഴികളാണ് നൽകുന്നത്. അങ്ങനെയില്ല. അതിൽ ഈ സംഭവം പിന്നെ ഹരികുമാർ ഇത് ചെയ്തു എന്നുള്ളതിനെ സംബന്ധിച്ച് ഏതാണ്ടൊരു വ്യക്തമായിട്ടുള്ള മൊഴി തന്നെയാണ് അയാൾ പറഞ്ഞിട്ടുള്ളത്. അല്ല, ആ കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി ഞാൻ പറഞ്ഞു. പോലീസ് പറഞ്ഞത് വ്യക്തി താല്പര്യമുണ്ടെന്ന് പറഞ്ഞു ഹരികുമാറിന്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കൊലയിലേക്ക് നയിച്ചതെന്ന് പറയുന്നത്. അറിയില്ല, എനിക്കറിയില്ല അങ്ങനെ പറഞ്ഞത്. ഈ ഹരികുമാർ ഈ കൊലപാതകം ചെയ്തു എന്നുള്ള കാര്യത്തെക്കുറിച്ച് കുടുംബത്തിന്റെ അഭിപ്രായം എന്താണ്? കുടുംബം അല്ല, അങ്ങനെ ഒരു ജനറൽ അഭിപ്രായം പറഞ്ഞാൽ ഒരു കാര്യമില്ല, അങ്ങനെ പറയാനും പാടില്ല. കുടുംബത്തിന് ഒരു ഞെട്ടലോ അല്ലെങ്കിൽ കുടുംബം അങ്ങനെ നമ്മളൊരു ഇൻവെസ്റ്റിഗേഷൻ ബേസ് ചെയ്തിട്ട് മാത്രമേ എനിക്ക് പറയാം. ഈ ജോൾസിനെ ഈ പറയുന്ന ലേഡിയെ പരിചയമുണ്ട് എന്ന് പറയുന്നുണ്ട്. ഹരികുമാറിന്റെയോ അല്ലെങ്കിൽ ഹരികുമാറിന്റെ ഈ പറയുന്ന കുട്ടിയുടെ അമ്മയോ ഏതെങ്കിലും ഘട്ടത്തിൽ അറിയാമെന്ന് ഈ ജോൾസിൻ പറയുന്നുണ്ടോ? പരിചയമുണ്ട്, അവരവിടെ പോയിരുന്നു. അത് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഒന്ന് ഉറപ്പിക്കണമെങ്കിൽ നമുക്ക് 2 ദിവസം സമയം എടുക്കണം. ഇയാൾക്ക് എത്ര നാളടി മാനസിക പ്രശ്നമുണ്ട്? അവർ പറയുന്നത് ഒരു 6-7 വർഷമായിട്ടുണ്ടെന്ന് പറയും. ഹരികുമാർ മാത്രമല്ല, അമ്മയും പറയുന്നുണ്ടല്ലോ. അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. മാനസിക പ്രശ്നത്തിന് നേരിടുന്ന ആളാണ്. അതിന്റെ ഡോക്ടറെ കണ്ട് ചോദിക്കണ്ടേ.
ഡോക്ടേഴ്സിനെ കണ്ട് ചോദിക്കണം, അങ്ങനെ ട്രീറ്റ്മെന്റ് ഉണ്ടെങ്കിൽ ഡീറ്റെയിൽസ് എടുക്കണം. നടത്തുന്നുണ്ടോ സാർ നിലവിൽ ചിലപ്പോൾ അയാൾ ടാബ്ലറ്റ്സ് കഴിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അല്ലാതെ ഇതുവരെ അങ്ങനെ ഡോക്ടറുമായി ഒരാശയം അല്ല, അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നടത്തിയ ഒരാളെ ഒരു മാനസിക രോഗിയാക്കി ചിത്രീകരിക്കുന്ന രീതിയിലേക്ക് പോവുകയാണ്. അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ, ഞാൻ അങ്ങനെ പറഞ്ഞില്ല. അല്ല സാർ, ഇതിനകത്ത് പ്രശ്നം നമ്മൾ നിങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു. അല്ല സാർ, ഇതിനകത്ത് ഇപ്പം എന്താ പ്രശ്നം വെച്ചാൽ പോലീസിന്റെ കയ്യിൽ ഒരു ദിവസം ഫുള്ള് പ്രതിയുണ്ട്. ഒരു ദിവസം ഇപ്പോൾ ടെക്നിക്കലി പറഞ്ഞാൽ ഒരു ദിവസത്തിൽ കൂടുതൽ കയ്യിലുണ്ട്. എന്നിട്ടും ഈ മാനസിക രോഗിയാണെന്ന് പറയുമ്പോൾ അതാണോ അല്ലയോ എന്ന് പരിശോധിക്കാനുള്ള സംവിധാനം ഇത്രയും പ്രാഥമികമായിട്ട് അയാളെ സംസാരിക്കുന്ന സമയത്ത് അയാളൊരു നോർമലല്ല. സാർ, ഇയാൾ ലഹരി ഉപയോഗിക്കുന്ന ആളായിരുന്നു? അങ്ങനെ തെളിവുകളൊന്നും നോക്കിയിട്ടില്ല. ജോത്സ്യന്റെ വീട്ടിൽ ഏതാണ്ട് 10 ദിവസത്തോളം ഇയാൾ ജോലിക്ക് പോകുന്നു പറയുന്നത്. അങ്ങനെ പറയുന്നുണ്ട്. മെന്റലി സ്റ്റേബിൾ അല്ലാത്ത ഒരാളങ്ങനെ ജോലിക്ക് പോകുന്നു. അല്ല, അതൊക്കെ നോക്കണം, അത് ഏത് കാലഘട്ടത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അല്ല, ഏറ്റവും അവസാനം ഇദ്ദേഹം ആലപ്പുഴയിൽ ജോലി ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ ചോദിക്കുന്നത്. സ്വാഭാവികമായിട്ടും മെന്റലി സ്റ്റേബിൾ അല്ലാത്ത ഒരാൾ പല സ്ഥലത്ത് ജോലി ചെയ്തിട്ടുണ്ട്. ഏറ്റവും അവസാനം ആലപ്പുഴയിൽ ഒരാളുടെ അടുത്തായിരുന്നു ഉണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും ഒരാൾ ഒരു ജോലിക്ക് വെക്കുമ്പോൾ അയാളുടെ സ്റ്റെബിലിറ്റി നോക്കുമല്ലോ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, പല മൊഴികളും വന്നിട്ടുണ്ട്. അതെല്ലാം പരിശോധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. അമ്മയ്ക്കെതിരെ ഭർത്താവ് ശ്രീധുവിന്റെ മൊഴി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കാരണം അവരുടെ പങ്ക് അന്വേഷിക്കണം, അവർക്ക് സംശയമുണ്ട്, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ശ്രീധുവിനെതിരെ ആരെങ്കിലും? ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. ഈ സ്റ്റേജിൽ അങ്ങനെ അതിലേക്ക് അല്ല, ഭർത്താവിനെതിരെ അങ്ങനെ ഒരു എവിഡൻസ് നമുക്ക് ഇതുവരെ ഉത്തരവാദികളുടെ കൊലപാതകത്തിന്റെ കാരണം ഇപ്പോഴും പോലീസിന് കണ്ടെത്താൻ സാധിച്ചില്ല എന്നാണ് റൂറൽ എസ്പിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പ്രതി ഹരികുമാർ മെന്റൽ സ്റ്റെബിലിറ്റി ഇല്ല എന്നുള്ള കാര്യം, അദ്ദേഹത്തിന് മാനസികമായ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. പക്ഷേ ഇപ്പോഴും ഒരു വ്യക്തത കൈവരിക്കാൻ പോലീസിന് സാധിച്ചിട്ടില്ല ഈ കൊലപാതകത്തിൽ എന്നാണ് മനസ്സിലാക്കുന്നത് റൂറൽ എസ്പിയുടെ വാക്കുകളിൽ നിന്ന്.